ഹലോ എവരി വൺ, നമസ്കാരം. വെൽക്കം ടു ഫുഡ് വൈബ്സ്. ഞാൻ ദീപ സന്ദീപ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പേൾ ഖത്തറിലാണ്. ഒരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ജ്വാല എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഫ്യൂഷൻ, ഇൻഡോ ഇറ്റാലിയൻ അല്ലെങ്കിൽ ഇൻഡോ അറബിക് അങ്ങനെ ഫ്യൂഷൻ ഡിഷസ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് വരുന്നത് എന്നൊക്കെ നോക്കാം. പേൾ ഖത്തറിലെ മദീന സെൻട്രൽ ആ ഒരു ഏരിയയിൽ B12 ആണ് ബിൽഡിംഗ് ഇവരുടെ. പിന്നെ സാറ്റർഡേ ടു ഫ്രൈഡേ 12 PM to 12 AM, അതായത് ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇവർ ഓപ്പൺ ആയിരിക്കുന്നത്. ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാലും കുറച്ചൊരു എന്താ പറയുക ട്രഡീഷണൽ രീതിയിൽ എന്നാൽ കുറച്ച് മോഡേൺ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ രീതി തന്നെയാണ് ഇവർ ഇൻറ്റീരിയറിനും ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴയ സ്ട്രീറ്റ്സിലൊക്കെ ഉള്ള പോലത്തെ റസ്റ്റിക് പെയിൻറ്റും അതേപോലെ പഴയ ജനലുകൾ അങ്ങനെയൊക്കെ ഒരു സ്ട്രീറ്റിൽ നമ്മൾ കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളില്ലേ, അതൊക്കെ കുറച്ച് അവരൊന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ. എന്നാൽ കുറച്ച് എന്താ പറയുക മോഡേൺ രീതിയിലുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു സലാഡാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ് അവരത് പ്രിപ്പയർ ചെയ്യണത്. ഇതൊരു ക്രഷ്ഡ് സമൂസ ചാട്ട് സാലഡാണ്. അതായത് കുറച്ച് ഐസ്ബർഗ് ലെറ്റ്യൂസ്, പിന്നെ അതിൻ്റെ കൂടെ സമൂസ, പിന്നെ കുറച്ച് ടൊമാറ്റോ, പോമഗ്രാനൈറ്റ് സീഡ്സ്, കൊറിയാൻഡർ, കോണ്, പിന്നെ കുറച്ച് നംകീൻ, നമ്മുടെ എന്താ പറയുക മിക്സ്ചർ പോലത്തെ കുറച്ച് സാധനങ്ങൾ, അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സലാഡ്. അതായത് ചാട്ടാണോ എന്ന് ചോദിച്ചാൽ ചാട്ടല്ല, എന്നാൽ ലെറ്റൂസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ കിട്ടുന്ന സാലഡില്ലേ അതാണോ എന്ന് ചോദിച്ചാൽ അത് രണ്ടുമല്ല. അതാണ് അവർ കൊണ്ടുവന്നിട്ടുള്ള ഫ്യൂഷൻ, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സലാഡ്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അവരതിൻ്റെ കൂടെ കുറച്ച് സോസസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിറാച്ച, പിന്നെ കുറച്ച് മയോ, പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ടാമറിൻ സോസ്, അങ്ങനെയൊക്കെ നമ്മൾക്ക് ചാട്ടിൽ നമ്മൾ സാധാരണ മിക്സ് ചെയ്യില്ലേ അതേപോലത്തെ കുറച്ച് സോസസ്, പിന്നെ എന്തോ ഒരു സ്പൈസും. നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് ബഡ്സിനൊക്കെ ഇഷ്ടാവുന്ന രീതിയിലുള്ള ഒരു ക്രഞ്ചി, കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി സലാഡ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ ബൗള് കണ്ടില്ലേ, അത്രയും അത് ആ ബൗൾ ഏകദേശം ഒരു നിറയെന്ന് പറയുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് കഴിച്ചപ്പോഴേക്കും തന്നെ ശരിക്കും വയറ് നിറഞ്ഞു എന്ന് പറയാം. അത് ഒരു 3-4 പേർക്ക് ശരിക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് ഈ സലാഡ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്യാം. How are you? Yeah, good sir. Fluent sir. I take care of the entire kitchen. Thank you. Hi ma'am. Hi. A bit of fusion in the food. And this is your rustic tikka paratha. And this is your pizza 65 with chicken. Basically from India. Where? കേരള. Okay. And you're from? I am from West Bengal. But was in Karnataka for at least a year. Yeah. And Goa for almost 9 to 10 years. Just explain the chicken lasagna. So it's basically again a fusion, Italian cuisine mixed with the Indian. We have got the pasta seed as well as the butter chicken inside it with some white sauce and pesto. So which makes a fusion. Yeah. So basically the chicken is cooked in the clay oven, and then it's prepared with the makhni gravy, and then we use a little bit of white sauce, cheese sauce, a bit of pesto and And the lasagna lasagna sheets. sheet and- Exactly. So this is how the concept came in mind. So we This makes the fusion, right? we tried one day with the lasagna,
and then the butter chicken, and then we thought of mixing it together to make it something different. And this is how the. Nice Thank you. Thank you. Please enjoy. Tastes good, sir. Yeah, tastes nice. Thank you. Please enjoy. ഇത് ദാൽവാല ലോലിപോപ്പ് എന്നാണ്. ലെന്ത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ ഈ സ്റ്റഫ് വിത്ത് മഷ്റൂം കുറച്ച് ലെന്തിൽ എല്ലാം കൂടി സ്റ്റഫ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ്. അതിന് ഇവർ തന്നെ ഒരു സ്പെഷ്യൽ ഹോം മെയ്ഡ് ഒരു ഡിപ്പിംഗ് സോസ് ഉണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അല്ല ശരിക്കും നമ്മളുടെ ഇതില്ല വെച്ചു ആലു ടിക്കി ഇല്ലേ, അപ്പോൾ ആലു ടിക്കി അതൊന്നും മോഡിഫൈ ഷീക്ക് മാതിരി ആക്കിയിട്ടല്ലേ, ഷീക്ക് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് കൊള്ളാം. ആലു ടിക്കിയുടെ സെയിം ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് മഷ്റൂമിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ക്രിസ്പി ക്രഞ്ചിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പ്രസൻറ്റേഷൻ നല്ല രസമുണ്ട് അല്ലേ. ചെറിയ ജാതി ഫ്രഷ് സമൂസ ചാട്ടല്ലേ, രക്ഷയില്ല കേട്ടോ. അടിപൊളി. സൂപ്പറായിട്ട്. നമ്മുടെ നെക്സ്റ്റ് ഐറ്റമാണിത്. ഇത് നാൻ 65 പിസ്സയാണ്. അപ്പോൾ ഇതിൽ ചിക്കൻ 65 ആണെന്ന് തോന്നുന്നു. അത് നമ്മളൊരു നാനിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സോസും മോസറല്ല ചീസും ശരിക്കും ഒരു പിസ്സ മാതിരി ആക്കിയിരിക്കണം. നാൻ വെച്ചിട്ട് പക്ഷേ ഒരു ഇന്ത്യനൈസ്ഡ് വേർഷൻ പിസ്സ നാൻ ബ്രെഡ് വെച്ചിട്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് കഴിച്ചു നോക്കാം. ചിക്കൻ നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ആ സോസും ചിക്കനും ചീസും എല്ലാം കൂടി വരുമ്പോഴൊരു നല്ലൊരു ടേസ്റ്റ്. ഒരു നല്ല റോളാണ്. ഹെവിയാണ്, കുറച്ച് കോൾസ്ലോവും എല്ലാം കൂടി ആയിട്ട് നമ്മൾ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ വയറൊക്കെ ഒന്ന് സെറ്റ് ആവും. ഡെസേർട്ട് നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് പാനിപ്പൂരി ഡോസ്, അതേപോലെ ബബ്ലി പപ്പടം അല്ലേ, പപ്പടം അതിൻ്റെ ലെയേഴ്സ് വിത്ത് കസ്റ്റേർഡ് വാനില സ്ട്രോബെറി ജാം പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സും. അതാണ് ബബ്ലി പപ്പടം. റസ്മലായി ട്രസ്ലഷേ കേക്കാണ്. സാഫ്രൻ കാർഡമം സോസ്, ഫ്രഷ് ബനാന, മുകളിൽ കോട്ടൺ ക്യാൻഡിയാണ്. പക്ഷേ കുറച്ചൊന്ന് പ്രൈസിയ സൈഡിലാണ്. ഒരു 66 റിയാലൊക്കെ വരുന്നുണ്ട് ഇതിന്. പിന്നെ ഇത് മാംഗോ ഫിൽഡ് വിത്ത് കുൽഫിയാണ്. ഇത് 3 ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കുൽഫി. അതായത് സമൂസയുടെ ഉള്ളിൽ കുൽഫി ഫില്ല് ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ചീസ് കേക്കാണ് വിത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് ആൻഡ് ട്രഡീഷണൽ ഗുലാബ് ജാമുൻ. അതാണ് സംഗതി. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഐറ്റമാണ് മെയിൻ കോഴ്സിൽ. ഇത് ബട്ടർ ചിക്കൻ ലസാനിയാണ്. അപ്പോൾ സാധാരണ ലസാനിയ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ഡിഷാണ്. അതിൽ പാസ്ത സോസും നമ്മുടെ പാസ്ത ഷീറ്റ്സും മീറ്റൊക്കെ ഫിൽ ചെയ്തിട്ട്, ഇത് ഷെഫ് പറഞ്ഞ മാതിരി ഒരു ഇന്ത്യൻ ട്വിസ്റ്റാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബട്ടർ ചിക്കനും ഗ്രേവിയും പിന്നെ അതിൻ്റെ മുകളിൽ പാസ്ത ഷീറ്റ്സും പിന്നെ ഒരു ക്രീം ബേസ്ഡ് സോസാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു. നല്ല ചൂടുണ്ട്, കാരണം അത് സീൽഡ് അല്ലേ, അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ചൂടാകട്ടെ, അല്ലെങ്കിൽ വായുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രീമിയാണ്. ഒരു ഇന്ത്യനൈസ് ലസാനിയ ഞാൻ പറയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് ഞാൻ കഴിച്ചതില്ലാത്തതും ഇതാണ്. കാരണം എനിക്ക് അല്ലെങ്കിൽ പൊതുവെ ഞാൻ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ലസാനിയ മേടിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഒരു വെറൈറ്റിയാണ് നല്ല ഇഷ്ടമായി. നല്ല ടേസ്റ്റ്. Cheese cake with gulab jamun, right? So this is the complimentary from the team. food we loved it, right? Thank you. You're actually so full.
Can I have a YouTube video so that I can also? അപ്പോൾ ഇതാണ് ചീസ് കേക്ക് വിത്ത് ഗുലാബ് ജാമുൻ. നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതാണ് അവർ. എങ്ങനെ ഉണ്ടാച്ചു? നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ക്രീമി ലെയർ നമ്മുടെ ചീസ് കേക്ക് ചീസ് പോർഷൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഗുലാബ് ജാമുൻ ഇങ്ങനെ വെച്ചിട്ടില്ലേ, അത് നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോൾ ആ ഗുലാബ് ജാമുൻ്റെ സിറപ്പ് നമ്മുടെ മൗത്തിലൊരു എക്സ്പ്ലോഷൻ മാത്രമാണ്. അപ്പോൾ നല്ല ഒരു കോമ്പിനേഷനാണ്. പക്ഷേ ആകെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബേസ് ഭയങ്കര ടഫ്, ഭയങ്കര ഹാർഡാണ്. എന്ത് ബേസാണിത്? ബിസ്ക്കറ്റ് ബേസാണ്, പക്ഷേ കണ്ടോ നല്ല കട്ടിയുണ്ട്. അതെന്തുകൊണ്ടാണ് അറിയില്ല. ചിലപ്പോൾ അത് മേ ബി ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കും. മേ ബി അവർ ചിലപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ വെച്ചതുകൊണ്ടായിരിക്കും മേ ബി. പക്ഷെ അല്ലെങ്കിൽ അടിപൊളി. അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി വണ്ടിയിലാണ്. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കുറച്ച് ഇതുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു. മ്യൂസിക് മാത്രമല്ല, നല്ല ക്രൗഡഡ് ആയിരുന്നു. അവര് പറഞ്ഞത് ശരിയാണ്. അവര് പറഞ്ഞത് എന്താ വെച്ചാൽ ഫ്യൂഷൻ ആവുമ്പോഴാണ് അവർക്ക് താല്പര്യമുള്ളൂ. അറബ് പീപ്പിളിന് കുറച്ചും കൂടെ താല്പര്യം ഫ്യൂഷൻ ആവുമ്പോഴേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവര് അറബ്സിന് അവരുടെ ഫ്ലേവേഴ്സും ഉണ്ട്, പിന്നെ ഇന്ത്യൻ ഫ്ലേവേഴ്സും. അപ്പൊ രണ്ടും കൂടി ഒരു ഫ്യൂഷൻ ആക്കിയിട്ടാണ് അവർ ഇവിടെ സെർവ് ചെയ്യണത്. നല്ല ഗസ്റ്റ് ഉണ്ട് കേട്ടോ, ലോക്കൽ ഗസ്റ്റ് പാക്ഡായിരുന്നു, ഫുൾ ഒരു ടേബിളും കാലിയായിരുന്നില്ല. അപ്പൊ നമുക്ക് എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഓൾ ടുഗെദർ നല്ല ഫുഡാണ്. കുറച്ച് ഹൈ എൻഡ് പ്രൈസിങ് ആണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മള് മറ്റേ സമൂസ ചാട്ട് മേടിച്ചപ്പോ തന്നെ ഓൾമോസ്റ്റ് വയറിറങ്ങി. കാരണം ഒരു വലിയ ബൗള് ഫുള്ളും അത് അവര് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ അവര് ചോപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കി തന്നത്. പറയുമ്പോൾ സാലഡ് ആണ്, പക്ഷെ ഒരു ഫുൾ മെയിൻ കോഴ്സ് ആയിരുന്നു. ഫുൾ മെയിൻ കോഴ്സ് പോലെ ഞങ്ങൾ 3 പേർക്കും ആ ഒരു സാലഡ് മതിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേടിച്ചത് മറ്റേ ലസാനി ആണെങ്കിലും പൊറോട്ട ചിക്കൻ ടിക്ക പൊറോട്ട, ഒരു റോളാണെങ്കിലും ഒക്കെ എല്ലാം നല്ല ടേസ്റ്റിയാണ്, നല്ല ഫുഡാണ്. കുറച്ച് പ്രൈസിങ് ലേശം ഹൈ എൻഡ് ആണ്, പക്ഷെ അത് ഫൈൻ ഡൈനിങ്. പിന്നെ അവര് മെയിൻ ചെയ്യുന്നത് പേൾ ദോഹയിലാണ് അവരുടെ റെസ്റ്റോറന്റ്, അതൊക്കെ കൂട്ടിയിട്ടായിരിക്കാം. പക്ഷെ ഓൾ ടുഗെദർ ഫുഡ് നല്ലതാണ്. വൺസ് ഇൻ എ വൈൽ ഒരു നല്ല ഒക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ഫാമിലിക്ക് പോയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് പോരാന്നുള്ള രീതിയിലാണ്. ഇത്രയും ഓർഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് കൂടുതൽ ഓർഡർ ചെയ്തു, കാരണം ഞങ്ങൾക്ക് 2 ഡിഷസ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ടേക്ക് എടുത്തു അവിടുന്ന്. കാരണം അതിന്റെ ആവശ്യമില്ല, ഇതായിട്ട് പറ്റിയില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല ആംബിയൻസ്, സ്റ്റാഫും വളരെ ഫ്രണ്ട്ലി, നന്നായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല. നല്ല ക്ലീൻ ആണ്, ആംബിയൻസ് വൈസ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ. കുറച്ചൊരു പഴയ മോഡലുള്ള ഒരു ആംബിയൻസ്. പിന്നെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് അവരൊരു ഇത് തന്നിട്ടുണ്ട്, ചീസ് കേക്ക്. അത് അവരുടെ ഡെസേർട്ടില് നല്ല ഗുലാബ് ജാമുൻ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. ചീസ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ചീസ് കേക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ ഞാൻ അതിൽ ഗുലാബ് ജാമുൻ ഫുള്ള് പെറുക്കി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് അതാണ് ആ ഫ്യൂഷൻ, ഗുലാബ് ജാമുനും ചീസ് കേക്കും കൂടെ മിക്സ്, അതാണ് ആ ഫ്യൂഷൻ. സൂപ്പർ ആയിട്ട്. താഴെ ഒരു ബിസ്ക്കറ്റ് ബേസ് ഒക്കെ. ബിസ്ക്കറ്റ് ബേസ് കുറച്ച് ഹാർഡായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം. അപ്പൊ അതൊക്കെയാണ് ജ്വാല റെസ്റ്റോറന്റ്, പേൾ ദോഹ, ഖത്തർ. നല്ല റേറ്റിംഗ് ആണ്. വൺസ് ഇൻ എ വൈൽ വന്ന എല്ലാവർക്കും ഒന്ന് ഡിന്നർ ലഞ്ച് ഒക്കെ കഴിക്കാം. നല്ല ചാട്ട് ഐറ്റംസ് എല്ലാം നല്ല ഉണ്ട്. പക്ഷെ ചാട്ട് ഐറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്യൂഷൻ ടൈപ്പാണ്. അവരുടെ കുറച്ച് അറബിക്കും ഇറ്റാലിയന് ഇന്ത്യൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഇതാണ്. പക്ഷെ ഓക്കെ, നൈസ്. ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ് റെസ്റ്റോറൻറ്റ്. നമ്മൾ നോർമൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് മാതിരി അല്ല. അതെ, അതാണ് അവർ പറയുന്നത് തന്നെ, ഫ്യൂഷൻ. അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് റിവ്യൂസും ഒക്കെ ആയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫീഡ്ബാക്സ് തരിക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.